അസ്സലാമു അലൈക്കും. വിപ്ലവവുമായി ബന്ധപ്പെട്ട പുതിയ ചില കാഴ്ചപ്പാടുകൾ ഇസത്ത് ബെഗോവിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പ്രസ്താവിക്കുന്നത് നാഗരികത, സാമ്പത്തിക ക്രമം, സമൂഹം, രാഷ്ട്രീയം എന്നിവയുടെ ഡൊമൈനുകളിൽ മാത്രമല്ല വിപ്ലവം നടക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില കാഴ്ചപ്പാടുകളെ നിരാകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഏത് വർത്തമാനവും പറയുന്നത്. അപ്പോൾ ഇത്തരം മേഖലകളിലും മണ്ഡലങ്ങളിലും മാത്രമല്ല വിപ്ലവം നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, എവറി ട്രൂ റെവല്യൂഷൻ ഈസ് എ മെമ്പർ ഓഫ് ഫെയ്ത്ത്സ്, എക്സാൾട്ടേഷൻ, ജസ്റ്റിസ്, ലോങ്ങിങ്, സാക്രിഫൈസ് ആൻഡ് ഡെത്ത്സ്, ദ ഫീലിങ്സ് വിച്ച് ആർ ബിയോണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് എക്സിസ്റ്റൻസ്. എല്ലാ യഥാർത്ഥ വിപ്ലവങ്ങളും കുടിക്കൊള്ളുന്നത് ചില മൂല്യങ്ങളിലാണ്. അത് വിശ്വാസം, അഭ്യുദയം, നീതി, അഭിലാഷം, ത്യാഗം, മരണം എന്നിവയിലാണ്. അപ്പോൾ ഈ മൂല്യങ്ങളിലാണ് എല്ലാ വിപ്ലവങ്ങളും കുടിക്കൊള്ളുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഇതിനെ സംബന്ധിച്ച്, ഈ മൂല്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ദ ഫീലിങ്സ് വിച്ച് ആർ ബിയോണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് എക്സിസ്റ്റൻസ്, നമ്മുടെ താല്പര്യത്തിനും അസ്തിത്വത്തിനും അപ്പുറമുള്ള വികാരങ്ങളാണവ എന്നാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയാൻ ആരംഭിക്കുന്നു. ഈ ഫീലിങ്സ്, ഈ വികാരങ്ങൾ റിലീജിയസ് ആണ്, മതകീയമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അല്ലെങ്കിൽ മതകീയമായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അതിനുള്ള ധാരാളം ഉദാഹരണങ്ങളും അദ്ദേഹം നൽകുന്നുണ്ട്, ന്യായങ്ങളും കാരണങ്ങളും ഒക്കെ അദ്ദേഹം നൽകുന്നുണ്ട്. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഈ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾ, നമ്മുടെ ഭൗതിക അസ്തിത്വം, ഇതിനൊക്കെ അപ്പുറത്ത് തന്നെയാണ് ഈ പറയുന്ന വിശ്വാസവും അഭ്യുദയവും നീതിയും അഭിലാഷവും ത്യാഗവും മരണവും ഒക്കെ നിൽക്കുന്നത്. ഇതൊന്നും കൂടാതെ യാതൊരു തരത്തിലുള്ള വിപ്ലവവും സാധ്യമല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണല്ലോ. വിപ്ലവത്തിലെ സന്നദ്ധതയും ത്യാഗവും എന്നത് പ്രത്യേകം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് നമുക്ക് തോന്നുന്നത് അത് നീഷയുടെ വിൽ ടു പവർ എന്ന ആശയത്തെ അട്ടിമറിക്കുന്നതാണ്, വിശകലനത്തെ അട്ടിമറിക്കുന്നതാണ്. ഫ്രെഡറിഷ് നീഷെ, അദ്ദേഹം മൊത്തം ജീവിതത്തിൻ്റെ തന്നെ ഒരു പ്രേരകം, ആ പ്രേരകം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ദ വിലെ ചമാച്ച, ദ വിൽ ടു പവർ, അധികാരത്തോടുള്ള ഒരു വില്ല്, അധികാരാസക്തി അല്ലെങ്കിൽ അധികാരേച്ഛ, അതാണ് ജീവിതത്തിൻ്റെ തന്നെ പ്രചോദകം എന്ന് ഫ്രീഡ്രിഷ് നീഷെ സിദ്ധാന്തിക്കുന്നതായിട്ട് കാണാം. ഇതിൻ്റെ മറുഭാഗത്ത് ആർതർ ഷോപ്പൻഹോവറുടെ ഒരു തിയറി ഉണ്ട്. അദ്ദേഹം പറയുന്നത് വിലെ സും ലൈബ്, ദ വിൽ ടു ലിവ് എന്നാണ്. ജീവിക്കാൻ വേണ്ടി തന്നെയുള്ള ത്വര അല്ലെങ്കിൽ ഇച്ഛ, അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രേരകം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് രണ്ടിൽ നിന്നും ഭിന്നമായിട്ട് ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസ്റ്റുകളുടെ മറ്റൊരു വാദവും കൂടിയുണ്ട്. അവർ ലെസ് പ്രിൻസിപ്പ് എന്നൊരാശയമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിന് ദ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വിൽ ടു പ്ലഷർ. അപ്പോൾ ജീവിക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു അഭിലാഷം എന്നത് ഷോപ്പൻഹോവറുടെ ചിന്താഗതി, അധികാരേച്ഛ എന്ന് പറയുന്നത് നീഷയുടെ ചിന്താഗതി, ആനന്ദത്തിന് വേണ്ടിയുള്ള ആഗ്രഹം എന്നത് ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസ്റ്റുകളുടെ ചിന്താഗതി. അപ്പോൾ ഇത്തരം എല്ലാ ചിന്തകളെയും അട്ടിമറിക്കുന്ന സ്വഭാവത്തിലാണ് മനുഷ്യനിൽ ത്യാഗം പ്രകടമാകുന്നത് എന്നത് മറന്നുകൂടാത്തതാണ്. ഇവിടെ മറ്റൊന്നുകൂടി ആനുഷംഗികമായിട്ട് ഓർക്കാം. ഷോപ്പൻഹോവറെ ഖണ്ഡിച്ചുകൊണ്ട് നീഷെ മുന്നോട്ട് വെക്കുന്നൊരു വാദമുണ്ട്. അതായത് യുദ്ധത്തിൽ ആളുകൾ മരിക്കാൻ തയ്യാറാവുന്നു, യുദ്ധത്തിൽ ആളുകൾ മരിക്കാൻ തയ്യാറാവുന്നു. വിൽ ടു ലിവ് എന്നതാണ് അടിസ്ഥാന പ്രചോദകമെങ്കിൽ അങ്ങനെ മരിക്കാൻ തയ്യാറാവില്ലല്ലോ. യുദ്ധം നടക്കുന്നതാകട്ടെ അധികാരത്തിന് വേണ്ടിയുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിൽ ടു പവറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വം എന്ന് നീഷെ പറയുന്നുണ്ട്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ മരിക്കാൻ തയ്യാറാവുക എന്ന് പറയുന്നത് അധികാരേച്ഛയെക്കാളും താഴെയാണോ അല്ലെങ്കിൽ മുകളിലാണോ? ഇതിനെ സംബന്ധിച്ചൊന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പോലും മനുഷ്യൻ മരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ അത് വിൽ ടു ലിവ് എന്ന ഷോപ്പൻഹോവറുടെ ആശയത്തെയാണ് പിന്തുണക്കുന്നത് എന്നും കരുതേണ്ടതില്ല. മനുഷ്യൻ്റെ ത്യാഗസന്നദ്ധത, മരണസന്നദ്ധത എന്നൊക്കെ പറയുന്നത് ഇത്തരം വിശകലനങ്ങളിലൊക്കെയും ഇത്തരം സിദ്ധാന്തങ്ങൾ വെച്ചൊക്കെ വിശകലനം ചെയ്യുന്നതിൽ തെറ്റില്ലെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്താണ്. അതുകൊണ്ടാണ് ബിയോണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് എക്സിസ്റ്റൻസ് എന്ന് ഇസത്ത് ബെഗോവിച്ച് ഇതേ സംബന്ധിച്ചൊക്കെ പറയുന്നത് എന്ന് കാണണം. അപ്പോൾ എന്ന് പറയുമ്പോൾ വിപ്ലവത്തെക്കുറിച്ചുള്ള അലിയ ഇസത്ത് ബെഗോവിച്ചിൻ്റെ ഈ സങ്കല്പനം സാമൂഹ്യ വിപ്ലവങ്ങളെ തന്നെ പുനരവലോകനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് കാണണം. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ക്ലേബോൺ കാഴ്സൺ എഡിറ്റ് ചെയ്ത ദ ഓട്ടോബയോഗ്രഫി ഓഫ് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിൻ്റെ ആത്മകഥ, ആ പുസ്തകത്തിൽ
എഡ്വേർഡ് ബെല്ലാമി എന്ന അമേരിക്കൻ എഴുത്തുകാരനെ ഉദ്ധരിക്കുന്നുണ്ട് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അദ്ദേഹം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ തിങ്ക് യു നോട്ടീസ്ഡ് ദാറ്റ് ബെല്ലാമി എംഫസൈസ്ഡ് ദാറ്റ് ദ ചേഞ്ച് വുഡ് ബി എവല്യൂഷണറി റാദർ ദാൻ റെവല്യൂഷണറി. ബെല്ലാമി പറയുന്നത്, എഡ്വേർഡ് ബെല്ലാമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പരിവർത്തനം, ഒരു സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് അത് റെവല്യൂഷണറി എന്നതിനേക്കാളും എവല്യൂഷണറി ആയിരിക്കണം എന്നാണ്. മാർട്ടിൻ ലൂതർ കിങ് ഇത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, ദിസ് ഇറ്റ് സീംസ് ടു മീ ഈസ് ദ മോസ്റ്റ് സെയിൻ ആൻഡ് എത്തിക്കൽ വേ ഫോർ സോഷ്യൽ ചേഞ്ച് ടു ടേക്ക് പ്ലേസ്. സാമൂഹികമായ പരിവർത്തനത്തിൻ്റെ ഏറ്റവും ശരിയും ധാർമ്മികവുമായിട്ടുള്ള ഒരു നിലപാട് അതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ എവല്യൂഷണറിയാണ് ആവേണ്ടത് റെവല്യൂഷണറി ആവുന്നതിനേക്കാൾ. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നും ചിന്തിക്കേണ്ടതാണ്. എവല്യൂഷണറി എന്ന് പറയുന്ന പ്രയോഗം അലിയ ഇസത്ത് ബെഗോവിച്ച് നടത്തിയിട്ടില്ല. അദ്ദേഹം റെവല്യൂഷൻ എന്ന ഒരാശയത്തെ തന്നെ പുനർവായന നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു പുനർവായനയോട് ഇതുകൂടി ചേർത്ത് വെക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ റെവല്യൂഷൻ എന്ന് മനസ്സിലാക്കുന്നത് വളരെ പെട്ടെന്നുള്ള ഒരു പരുക്കൻ മാറ്റമാണ്, ഒരു സഡൻ ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. അതേസമയം എവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചാണ്, ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് ഓഫ് സംതിങ്. എവല്യൂഷൻ എന്ന പദത്തിന് തന്നെ അങ്ങനെ ഒരു അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഒരു അർത്ഥം നമുക്ക് ഡിക്ഷണറി തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് വീഴുന്നത് പോലെ ആവരുത്. അത് മണ്ണിൽ മുളച്ച് ക്രമത്തിൽ വളരുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ ഉപമ പോലെ തന്നെ അതൊരു കടുകുമണി നട്ടതുപോലെയാണ്. ആ കടുകുമണി മണ്ണിലാണ് നടന്നത്, അവിടെ നിന്ന് വളരെ സാവകാശമാണ് വളർന്നു വരുന്നത്. അലംതറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യുബത്തൻ ക ഷജറത്തിൻ തൊയ്യബ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സമഗ്ര പരിവർത്തനത്തിൻ്റെ ആധാരമായി വർത്തിക്കേണ്ടത് ഒരു കലിമയാണ്, ഒരു ആദർശമാണ്. ആ ആദർശത്തെയാണല്ലോ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ആ ആദർശത്തിൻ്റെ ആ ഒരു വാക്യത്തിൻ്റെ രൂപകം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു മെറ്റഫർ എന്ന് പറയുന്നത് ഒരു മരമാണ്. അസ്ലുഹ സാബിത്തുൻ, അത് വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഫറഉഹ ഫിസ്സമാ, അതിൻ്റെ മുകളിലാണ് തായ്തടി വളരുന്നതും പിന്നീട് ശാഖകൾ പടർന്നു പന്തലിക്കുന്നു. അപ്പോൾ മണ്ണിൽ മുളച്ചു പൊങ്ങുന്ന, ആകാശത്ത് നിന്ന് താഴെ വീഴുന്ന ഒന്നല്ല. ആകാശത്ത് നിന്ന് താഴെ വീഴുന്ന ഒന്ന് ആളുകളുടെ മനസ്സിൽ ജീവിക്കില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് റിവേഴ്സിബിൾ ആയിരിക്കും. അതേസമയം മറുഭാഗത്ത് ഒരുപക്ഷെ പല കാരണങ്ങളാലും ഈ വിപ്ലവത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പരാജയപ്പെട്ടാൽ പോലും മനുഷ്യരുടെ മനസ്സിലുണ്ടാക്കുന്ന പരിവർത്തനങ്ങൾ അത് നിലനിൽക്കുന്നതാണ്, അത് ഇറിവേഴ്സിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ചർച്ചയും കൂടി അതിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ യാന്ത്രികമായ ഒരു തള്ളിയിടലോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ലളിതമായ മാറ്റമോ ഒന്നുമായിരുന്നില്ല ശരിക്കും ട്രൂ റെവല്യൂഷൻസ് എന്നാണ് ഇസത്ത് ബെഗോവിച്ച് സമർത്ഥിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങൾ അത് നമുക്കൊന്ന് സംഗ്രഹിച്ചാൽ, യഥാർത്ഥ കലാപത്തിലെ ധാർമ്മിക സവിശേഷതകളുടെ സാന്നിധ്യം, ഈ പറയുന്ന മൂല്യങ്ങളൊക്കെ തന്നെ, അതിപ്പോൾ മതവിശ്വാസി നടത്തുന്നു, മതവിശ്വാസം ഇല്ലാത്തയാൾ അതിൽ പങ്കുചേരുന്നു, ഇതല്ല അതിലൊരു വിഷയം. ഇതിനാധാരമായിരിക്കുന്ന മൂല്യങ്ങളെയാണ്, ആ മൂല്യങ്ങളെയാണ് അദ്ദേഹം റിലീജിയസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു യഥാർത്ഥ കലാപത്തിലെ ധാർമ്മിക സവിശേഷതകളുടെ സാന്നിധ്യം. രണ്ടാമത്തത്, ഇതിന് ഇതിഹാസമാനം കൈവരുന്നു. എപ്പോഴും വിജയിച്ചിട്ടുള്ള ഒരു വിപ്ലവം പിന്നീട് അതിൻ്റെ ഭാവി എന്തായിരുന്നാൽ പോലും പിൽക്കാലത്ത് ഇതിഹാസ സമാനം വാഴ്ത്തപ്പെടുന്നു. അതുതന്നെയും മനുഷ്യരുടെ മനസ്സിൽ ആ ഒരു ബോധം, ആ ഒരു ചരിത്രം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന ചിന്തയിലേക്ക് കൂടി നമ്മൾ നയിക്കുന്നുണ്ട്. വീണ്ടും അദ്ദേഹം മൂന്നാമതായിട്ട് പറയുന്നത്, മുകളിൽ സൂചിപ്പിച്ച വികാരങ്ങളിൽ ആ ഒരു മതകീയത, അതിവിടെ പറഞ്ഞതാണ്, ആ ഒരു മതകീയത. അദ്ദേഹം പറയുന്നത്, എ കമ്മ്യൂണിറ്റി എഫക്റ്റഡ് ബൈ ദ ഫീലിംഗ്സ് ഓഫ് സോളിഡാരിറ്റി, സാക്രിഫൈസ് ആൻഡ് എ കോമൺ ഡെസ്റ്റിനി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റിലിജ്യൻ. ഒരു സമൂഹം, ആ സമൂഹം ഇപ്പറയുന്ന വികാരങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തൊക്കെ വികാരങ്ങൾ? ഒന്ന് സോളിഡാരിറ്റി, ഐക്യദാർഢ്യം എന്ന് പറയുന്നത്, ഐക്യപ്പെടുക എന്ന് പറയുന്നൊരു വികാരം. സാക്രിഫൈസ്, ത്യാഗം എന്ന് പറയുന്നൊരു വികാരം. വീണ്ടും എ കോമൺ ഡെസ്റ്റിനി, പൊതുവായിട്ടുള്ള സാമാന്യമായിട്ടുള്ളൊരു ഭാഗധേയം എന്ന് പറയുന്നൊരു വികാരം. ഇത്തരം വികാരങ്ങൾക്ക് ഒരു സൊസൈറ്റി കീഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റിലിജ്യൻ, അത് മതപരമായ ഒരവസ്ഥയിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മതപരമായ ഒരവസ്ഥയിലാണ്. ആ സമൂഹം ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നാസ്തികമാണെങ്കിൽ പോലും ആ സമൂഹം നിലകൊള്ളുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് റിലീജിയനിലാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. കാരണം ഈ മൂല്യങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ, അതിനെ അങ്ങനെ മാത്രമേ പരിഗണിക്കാനും വിശകലനം ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. വീണ്ടും അദ്ദേഹം പറയുന്നത്, വേദനയിലും ദുരിതത്തിലുമാണ് മതവും കലാപവും നിലനിൽക്കുന്നത്. മതത്തിനും റെവല്യൂഷനും തമ്മിലുള്ള ഒരു സാദൃശ്യമായിട്ട് പറയുകയാണ്. അത് രണ്ടും നിലകൊള്ളുന്നത് വേദനയിലും ദുരിതത്തിലുമാണ്. അതിൽ നിന്നാണ് വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്.
അതോടൊപ്പം തന്നെ അദ്ദേഹം വേറൊരു പോയിൻ്റായിട്ട് പറയുന്നത് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി മറ്റുള്ളവർ മാറുന്നു. ഇതും കേവലം ഭൗതികമായിട്ടുള്ള ഒരു വ്യാഖ്യാനത്തിൽ നിലകൊള്ളുന്നതല്ല, മറിച്ച് മതകീയമായിട്ടുള്ള ഒരു വികാരം തന്നെയാണ് ഇതിലും പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലും യാന്ത്രികമായൊരു തള്ളിയിടലല്ല, അത് ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നതല്ല, അത് ഭരണകൂടത്തിൻ്റെ ലളിതമായ മാറ്റവുമല്ല. അതുകൊണ്ടാണ് അസ്ലുഹ സാബിത്തുൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വളർച്ചയെയും വികാസത്തെയും തന്നെ സൂചിപ്പിക്കുന്നതാണല്ലോ. എന്നിട്ട് വീണ്ടും പറയുന്നു, തറപ്പിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, എ സൊസൈറ്റി ഇൻകേപ്പബിൾ ഓഫ് റിലിജൻ ഈസ് ഓൾസോ ഇൻകേപ്പബിൾ ഓഫ് റെവല്യൂഷൻ. മതപരമായിട്ട് ഇൻകേപ്പബിൾ ആയിട്ടുള്ള, പൂർണ്ണതയിലെത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ അശക്തമായിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് റവല്യൂഷൻ്റെ കാര്യത്തിലും അശക്തമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിത്രയും പറഞ്ഞിട്ട് പക്ഷേ അദ്ദേഹം അതിൻ്റെ ചില മറുവശങ്ങളും കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു വിപ്ലവം മുന്നോട്ട് പോകുമ്പോൾ സംഭവിച്ചേക്കാവുന്നത്, മതത്തിൽ വിപ്ലവത്തിൻ്റെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ പൊതുവേ അത് ഔദ്യോഗിക മതങ്ങളിൽ മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പം മതത്തിൽ വിപ്ലവത്തിൻ്റെ ശത്രുക്കൾ ഉണ്ടാകാം, അത് പക്ഷേ ഔദ്യോഗിക മതത്തിൽ മാത്രമായിരിക്കും. അദ്ദേഹം അതിനെ വിളിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിലീജിയൻ അല്ലെങ്കിൽ ഫാൾസ് റിലീജിയൻ എന്നൊക്കെയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ട ഒരു മതം, സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു മതം, അതിൻ്റെ ആരംഭത്തിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ ഒന്നും അത്തരം ലക്ഷണങ്ങൾ കാണിക്കാത്തത് പോലും പിന്നീട് അങ്ങനെയായിട്ട് മാറിയേക്കാം. അങ്ങനെ വരുമ്പോൾ അത് പ്രതിവിപ്ലവപരം അല്ലെങ്കിൽ വിപ്ലവത്തോട് ശത്രുതാപരം ആയിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ നേരെ തിരിച്ച് മറ്റൊരു വശം കൂടിയുണ്ട്. സ്യൂഡോ റവല്യൂഷൻ എന്ന് പറയുന്നൊരു ആശയമുണ്ട്. സ്യൂഡോ റവല്യൂഷൻ അതിൻ്റെ മിത്രമായി കാണുന്നതും ഈ പറയുന്ന വ്യാജമതത്തെയാണ്. സ്യൂഡോ റവല്യൂഷൻ അതിൻ്റെ മിത്രമായി കാണുന്നതും ഈ വ്യാജമതത്തെ തന്നെയാണ്. സ്യൂഡോ റവല്യൂഷൻ എന്നതിന് അദ്ദേഹം ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. റവല്യൂഷൻ കൺവേർട്ടഡ് ഇൻ ടു സ്ട്രക്ചർ ബ്യൂറോക്രസി. നേരത്തെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുക എന്ന മതത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സ്യൂഡോ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് റവല്യൂഷൻ തന്നെയാണ്, പക്ഷേ കൺവേർട്ടഡ് ഇൻ ടു സ്ട്രക്ചർ ബ്യൂറോക്രസി, ഘടനയും ബ്യൂറോക്രസിയുമായിട്ട് മാറുന്ന ഒരു വിപ്ലവം. അത്തരത്തിലുള്ള ഒരു സ്യൂഡോ റവല്യൂഷൻ, അത് ഫോൾസ് റിലീജിയൻ ഉൾക്കൊള്ളുന്നതും ഈ പറയുന്ന സ്ട്രക്ചർ തന്നെയാണ്. ഇത് രണ്ടും പരസ്പരം മിത്രമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വയം വഞ്ചിക്കാനും കള്ളം കളിക്കാനും തുടങ്ങുന്ന വിപ്ലവം വ്യാജമതത്തോടൊപ്പം സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഭാഗം ഉപസംഹരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് വിപ്ലവത്തെ, സാമൂഹിക പരിവർത്തനത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ ദർശനം, വളരെ മൂല്യവത്തായ, വളരെ പ്രകാശമാനമായിട്ടുള്ള ഒരു ദർശനമാണ് അദ്ദേഹം ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനെ വായിക്കാം. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും തുടരാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.